യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. അധികാര സ്ഥാനത്തിരിക്കെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കും. അടുത്ത ഒരാളെ തിരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് ആക്കുന്നതിലൂടെ ആ വിടവ് നികത്തപ്പെടുകയും ചെയ്യും. യൂദായുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് നാം കഴിഞ്ഞയാഴ്ച കണ്ടു. സങ്കീർത്തനങ്ങൾ 69:25 പറയുന്നു, അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. 109 സങ്കീർത്തനം 8 വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവന്റെ സ്ഥാനം മറ്റൊരുത്തൻ ഏൽക്കട്ടെ. ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസ് എഴുന്നേറ്റ് 120 പേരടങ്ങിയ സംഘത്തോട് ഈ വാക്യങ്ങൾ ഉദ്ധരിച്ച ശേഷം യൂദായുടെ ശൂന്യമായ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നു. ആ ആൾ എങ്ങനെയുള്ളവൻ ആയിരിക്കണമെന്ന് പത്രോസ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അവൻ കർത്താവിനോട് കൂടെ നടന്നവനായിരിക്കണം. 2, പുനരുത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ള 2 പേരെ അവർ തിരഞ്ഞെടുത്തു. യുസ്തോസ് എന്ന മറുപേരുള്ള ബർഷബ എന്ന യോസഫ്, മത്തിയാസ് എന്നിവരായിരുന്നു അവർ. അവരിൽ ആര് എന്നതിനെപ്പറ്റി അറിയുവാൻ പത്രോസ് പ്രാർത്ഥിച്ചു. 2 പേരുടെയും പേരെഴുതി ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീണു. അവനെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നു. 120 പേർ കൂടി പലരെയും തിരഞ്ഞെടുത്തു. ഒടുവിൽ 2 പേർ. ഇവരിൽ ആര് എന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായി. യേശു തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപത്തെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയാം. ഇവിടെ ശിഷ്യന്മാരും തൻ്റെ ഗുരുവിൻ്റെ പാത തന്നെ പിന്തുടർന്നു. അവരും പ്രാർത്ഥിച്ചു, ഇവരിൽ ആര് എന്ന് കാണിച്ചു തരണമേ എന്ന്. ആ പ്രാർത്ഥനയിൽ പത്രോസ് പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ. പുറമേ മനുഷ്യൻ നോക്കിയപ്പോൾ 2 പേരും നല്ലതാണ്. ആരെ എടുക്കണമെന്നറിയാതെ അവർ ചഞ്ചലപ്പെട്ടു. എന്നാൽ പഴയ നിയമത്തിൽ ഇതുപോലെ ഒരു രംഗം നമുക്ക് കാണാം. ഇശായിയുടെ ഭവനത്തിൽ ചെന്ന് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ശമൂവേലിനെ ദൈവം അയച്ചു. ഇശായിയുടെ പുത്രന്മാർ ഓരോരുത്തരെയും കണ്ടപ്പോൾ ശമൂവേലിന് തോന്നി ഇവനായിരിക്കുമെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു എന്നരുളി ചെയ്തു. ആയതിനാൽ 2 പേരിൽ ആര് എന്ന് തീരുമാനിക്കാൻ ഹൃദയങ്ങളെ നോക്കുന്ന, നന്നായി അറിയാൻ കഴിയുന്ന ദൈവത്തിനെ കഴിയൂ എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ഇപ്രകാരം പറഞ്ഞത്, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ എന്ന്. രണ്ടാമതായി പറഞ്ഞത്, ഇവരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ. ദൈവം ഒരു പകരക്കാരനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവർക്കറിയാം. അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തനായി ദൈവം നീക്കിവെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആർക്ക്? അവർ യേശുവിനോട് തന്നെ ചോദിക്കുന്നു. ഇന്നും നമ്മുടെ ഉള്ളതായ ഉത്തരം കിട്ടാത്തതായ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. മനുഷ്യനോട് ആലോചന ചോദിക്കാതെ ദൈവത്തോട് ആലോചന ചോദിക്കാൻ നാം തയ്യാറാകണം. അപ്പോൾ നമുക്ക് നേർവഴി ദൈവം കാണിച്ചു തരും. ദൈവഹിതമറിയാൻ പഴയ നിയമത്തിൽ നടപ്പുള്ള ഒരു രീതിയായിരുന്നു അവർ ചെയ്തത്, ചീട്ടിടുക. ചീട്ടിന്റെ തീരുമാനം ദൈവത്തിൽ നിന്നാണ് എന്ന് സദൃശവാക്യങ്ങൾ 16 അധ്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ചീട്ട് മത്തിയാസിന് വീണു. സ്വാഭാവികമായും നാം ചിന്തിക്കും, ഒരുവനെ ദൈവം എടുത്തു, മറ്റവനെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന്. ഒരു കാര്യം ഓർക്കുക, യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ജനക്കൂട്ടത്തിൽ മത്തിയാസും ഈ യോസഫും ഉണ്ടായിരുന്നിരിക്കാമോ? യൂദായുടെ കള്ളത്തരവും മോഷണവുമൊക്കെ ഇരുവരും കണ്ട് മനസ്സ് മടുത്തവരായിരിക്കും. പത്രോസ് തള്ളി പറഞ്ഞപ്പോഴും ഒക്കെ ഇവരും നമ്മെപ്പോലെ ചിന്തിച്ചിരിക്കാം, ഈ ഗുണമില്ലാത്തവരെയാണോ യേശു 12 അപ്പോസ്തലന്മാരായി കൂടെ കൂട്ടിയത്? എന്നാൽ ഇവരാരും ഇതൊക്കെ കണ്ടിട്ട് പിന്മാറിയില്ല. അവർ കൂടെ നടന്നു, യേശുവിനോട് കൂടെ തന്നെ നടന്നു. ക്രൂശുമരണം കണ്ടു. പുനരുത്ഥാനം ചെയ്ത യേശുവിനോടൊപ്പം 40 നാൾ കൂടെ ഉണ്ടായിരുന്നു. സ്വർഗാരോഹണത്തിന് സാക്ഷികളായി. 12 പേരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഇവരുടെ പേരില്ലായിരിക്കാം. 72 പേരുടെ കൂട്ടത്തിലും കാണില്ലായിരിക്കാം. ഒരിക്കൽ പോലും യേശു അവരുടെ പേര് വിളിച്ച് പറഞ്ഞിട്ടില്ലായിരിക്കാം. എന്നിട്ടും അവർ യേശുവിനോട് കൂടെ നിന്നു. പ്രിയ ദൈവപൈതലേ, ലോകം തരാത്ത അനേക അംഗീകാരങ്ങൾ, ഉയർച്ചകൾ, സ്ഥാനങ്ങൾ ഒക്കെയുണ്ട്. അതിനൊക്കെ നീ അർഹനാണ്. എങ്കിലും ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ നിരാശനായിരിക്കുകയാണോ?
ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിട്ടും ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ. നന്നായി ജോലി ചെയ്തിട്ടും ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടും പ്രൊമോഷനോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ കിട്ടാതെ തള്ളപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ? ഇതിലേതെങ്കിലും നിങ്ങളെ ഭാരപ്പെടുത്തുന്നുവെങ്കിൽ ഒന്നോർക്കുക, മത്തിയാസിനും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഒരുവന്റെ സ്ഥിതി മാറ്റാൻ ദൈവം ഒരുക്കി വെച്ച ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്, ഒരു സ്ഥലമുണ്ട്. പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപ് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് മുമ്പിലുള്ള 10 ദിവസം, ഈ 10 ദിവസത്തിനുള്ളിൽ മത്യാസിന്റെ സമയം വന്നു. കാലം തികഞ്ഞു. മാളിക മുറിയിൽ ഒരു മാന്യത മത്യാസിന് കിട്ടി. മത്യാസിന് കിട്ടിയ ഈ പദവി ഈ ലോകത്തിൽ മാത്രമുള്ളതല്ല. സഹസ്രാബ്ദ വാഴ്ചയിൽ ഇസ്രായേൽ ഗോത്രം 12നെയും സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കാൻ അധികാരവും പദവിയും മത്യാസിന് ലഭിച്ചു. ഒരു യൂത ശൂന്യമാക്കിയ സ്ഥലത്തേക്ക് മത്യാസിന് ചീട്ടിട്ട് കിട്ടിയ സ്ഥാനം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇവരിൽ 2 പേരെ പറ്റിയും കൂടുതലൊന്നും അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നില്ല. അതുകൊണ്ട് തനിക്ക് സ്ഥാനം ലഭിച്ചില്ല എന്ന് കരുതി, തനിക്ക് ചീട്ട് വീണില്ല എന്ന് കരുതി യോസഫ് തൻ്റെ ദൗത്യം തുടർന്നില്ല എന്നില്ല. യേശുവിനെ യഥാർത്ഥമായി കണ്ടുമുട്ടിയ ഇവർ 2 പേരും പ്രേക്ഷിത പ്രവർത്തനവുമായി മുന്നോട്ട് തന്നെ പോയി എന്ന് നമുക്ക് വിശ്വസിക്കാം. 12 പേരിൽ ഒരാളായി മത്യാസും തൻ്റെ നാഥനെ അനുസരിച്ച് ദൈവരാജ്യത്തിനായി ജീവിച്ചു. അതിനാൽ ലോകം നമുക്ക് തരുന്ന സ്ഥാനമാനങ്ങളെക്കാൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൽ ആനന്ദം കണ്ടെത്തി ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. മടുത്തു പോകരുതൊരിക്കലും. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. ഗോഡ് ബ്ലസ് യു ഓൾ.